بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى كل من صحابه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على النور وآله صلاة تيسر المولى اللهم صل على النور وآله صلاة تجعل كلامي من الحمد النافع. ഇഹ്റാം മുഖേന ഹറാമാകുന്ന സംഗതികളുടെ വിശകലനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസാനി മിൻ മുഹറമാത്തിൽ ഇഹ്റാമി, ഇഹ്റാം കൊണ്ട് ഹറാമാക്കപ്പെടുന്നവകളിൽ രണ്ടാമത്തത് ഇസ്തേമാലു തീബി ഫി സൗബിഹി ഔ ബദനിഹി, ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം ഉപയോഗിക്കലാണ്. കൽ മിസ്കി, മിസ്ക്, കസ്തൂരി, വൽ കാഫി, കർപ്പൂരം, വൽ വർസ്, വർസ് എന്ന് പറഞ്ഞാൽ കുങ്കുമൊക്കെ പോലത്തെ ഒരു സാഫ്രോൺ കാവി നിറത്തിലുള്ള കുറച്ച് റെഡിഷൊക്കെയായ ഒരു സാധനമാണ്. അപ്പോൾ അഷറു തീബിൻ ഫി ബിലാദിൽ യമനി, യമൻ നാടുകളിൽ പ്രസിദ്ധമായ ഒരു സാധനമാണ്. ഗൂഗിൾ ചെയ്താൽ നമുക്കത് കാണാൻ കഴിയും. വസാഫറാൻ, സാഫറോൺ, കുങ്കുമം. വഇൻകാന യുത്ലബു ലിസ്സിബ്ഗി വത്തദാവി അയ്ള, ഇവകളൊക്കെ ചായം മുക്കാനും ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയിട്ടും ഉപയോഗിക്കപ്പെടുന്നതാണെങ്കിലും ശരി. വഖദ് തഖദ്ദമ ദിക്റുഹു മഅൽ വർസി ഫിൽ ഹദീസി ഫി സൗബി, സൗബിൽ ഹദീസിൽ വർസിനോടുകൂടെ അതിനുപയോഗിക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വായത്തായിട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിലും തീബ് എന്നൊരു ഇസ്തിമാലുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. വഖീസ അലൈഹിൽ ബദനു, സൗബിൻ്റെ മേൽ ബദനിനെ ഖിയാസാക്കപ്പെട്ടു. വ അലൈഹിമ, ഇത് രണ്ടിൻ്റെ മേലും ഖിയാസാക്കപ്പെട്ടു. ഇത് രണ്ടിൻ്റെ മേലും നമ്മൾ വർസിനോടുകൂടെ ഈ ഗൾഫറാന് പോലത്തതും ഉപയോഗിക്കുന്ന രണ്ടിൻ്റെ മേലും ഖിയാസാക്കപ്പെട്ടു. ബഖിയത്തു അൻവാഇ, മറ്റെല്ലാ ഇനങ്ങളും. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ പോലും അതിലൊരു ഒരു ട്വീബ് അതിൽ കടന്നു വരുന്നത് കൊണ്ട് അവകൾ സൗബിൽ അവിടെ നിരോധിക്കപ്പെട്ടപ്പോൾ അതിലെന്ത് ചെയ്തു, ബദനിനെയും ഈ സാധനങ്ങളുടെ മേൽ മറ്റു ട്വീബുകളെയും ഖിയാസാക്കപ്പെട്ടു. ഔദിരിജ ഫീഹി മാ, ഒരു സംഗതി അതിലേക്ക് കടത്തപ്പെട്ടു. മുഅ്ളമുൽ ഗർലി മിൻഹു റായിഹത്തുഹു അത്വയ്യിബത്തു. പിന്നെ അതോടുകൂടെ തന്നെ ഇവകളുടെ കൂട്ടത്തിൽ അതിൽ എന്താണ് കൂടുതലായിട്ടൊരു സാധനത്തെ മികച്ചു നിൽക്കുന്നത്? കൽവർദി, പനിനീര്. പനിനീര് മനുഷ്യൻ ചികിത്സക്ക് വേണ്ടിയിട്ടാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ല സുഗന്ധത്തിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിന് മുഅ്ളമായ ഇസ്തിമാൽ എന്താണെന്ന് നോക്കിയിട്ട് കൽവർദി, വൽ യാസ്മിനി, യാസ്മിൻ, യാസ്മിൻ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ, വൻ നെർജിസി, നെർജിസ് തണ്ട് പൊള്ളയാണ്, സുഗന്ധത്തിൻ്റെ ചെടിയാണ്. നാർസിസസ്, അമാരിലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് നമ്മളിവിടെയുള്ള സാധനങ്ങളല്ല. പിന്നെ ബനഫ്സജ്, നമ്മൾ കുറേ കേട്ട സാധനമാണ്. ബനഫ്സജ് വയലറ്റ് നിറത്തിലുള്ള നമ്മളൊരു 12 വർഷത്തിൽ പൂക്കുന്നൊക്കെ പറയുന്ന ഹിമാലയ സാനുക്കളിൽ പ്രകടമാവുന്ന എന്നൊക്കെ പറയുന്ന കുറിഞ്ഞിപ്പൂവുണ്ടല്ലോ, ആ ഇനത്തിൽപ്പെട്ട സാധനങ്ങളാണ്. റൈഹാൻ അൽ ഫാരിസി, റൈഹാൻ മഷൂറാണല്ലോ. വമഷ്തമലാല തീബി മിന ദുഹിനി, ദുഹിനിൽ നിന്ന് ട്വീബിൻ്റെ മേലിൽ മുഷ്തമിലാവുന്നു. അപ്പോൾ ആൽമണ്ടിൻ്റെ ഹെയർ ഓയിൽ, അമ്മലയുടെ ഹെയർ ഓയിൽ, അതൊക്കെ ഓയിലാണെങ്കിലും അതൊക്കെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് വരുന്ന സാധനങ്ങളാണ്. കദുഹിനിൽ വർദി, പനിനീര്, വദുഹിനിൽ ബനഫ്സജി, ഈ വൈലറ്റിൻ്റെ എണ്ണ. വഉദ്ദമിൻ ഇസ്തിമാലി തീബി, തീബിൻ്റെ ഇസ്തിമാലിലായിട്ട് എണ്ണപ്പെട്ടിട്ടുണ്ട്. യകുലഹു, അതിനെ ഭക്ഷിക്കൽ, ഔ യഹ്തഖിന, അല്ലെങ്കിൽ അതിനെ കുത്തിവെക്കൽ, ഔ യസ്തഇത്ത, അല്ലെങ്കിൽ അതിനെ നസ്യം ചെയ്യൽ. ഇസ്തിആത്തും മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നതിനാണ് ഇസ്തഇത്ത പറയുക. യഹ്തഖിന എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും അതിനെ കുത്തിക്കയറ്റുന്നത്. യഹ്തവിയ അല മിജ്റത്തി ഊദിൻ, അല്ലെങ്കിൽ ഊദിൻ്റെ മിജ്മറത്ത്, ഊത് പോക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ മേലിൽ അതിനെ വെക്കലും അത് ചുറ്റിയിട്ട് അതിൻ്റെ സ്മെല്ല് ഉപയോഗിക്കലും
എന്നിട്ട് ഫതബഖറ ബിഹി, അതുകൊണ്ട് തബഖുർ നടത്തുക. അപ്പോൾ ഇതൊക്കെ കത്തിച്ചുപയോഗിക്കൽ, ശരീരത്തിൽ തേക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ വസ്ത്രത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഊത് കത്തിച്ചു പോക്കലൊക്കെ ഇസ്തിമാലു തീബിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. വഅൻ യശുദ്ദൽ മിസ്ക, മിസ്കിനെയും വൽ അംബറ, അംബറിനെയും കെട്ടിവെക്കുക, ഫി തുറഫി സൗബിഹി, വസ്ത്രത്തിൽ കെട്ടിവെക്കുക. ഔ അല്ലെങ്കിൽ തലഅഹുൽ മർഅതു ഫി ജൈബിഹ, അവളുടെ പിന്നെ കീശയിലോ അവളുടെ പാർശ്വത്തിലോ ഏതെങ്കിലും വസ്ത്രത്തിൻ്റെ അറയിൽ വെക്കൽ. ഔ തലബസൽ ഹുല്യ അൽ മഹ്ഷൂബ ബിഹി, ഇതുകൊണ്ട് ആഭരണങ്ങൾ എന്താക്കുക, ഇത് കുത്തി നിറക്കപ്പെട്ട ആഭരണം നിറക്കുക. ഊതുകൊണ്ടോ സാധനങ്ങളോ ഉള്ളതിന് ആഭരണമായിട്ട് അവൾ ധരിക്കലും ഒക്കെ എന്ത് ചെയ്തു, അതിൽ പെട്ടു. അപ്പോൾ ആഭരണം ധരിക്കൽ വരെ സ്ത്രീകൾക്കാണല്ലോ ആഭരണം ഉള്ളത്, അപ്പോൾ അത് വരെ എന്ത് ചെയ്യും, അതിൽ പെടും. സുഗന്ധം പൂശപ്പെട്ട ആ വിരിപ്പിൻ്റെ മേലിൽ ഉറങ്ങലും ഇരിക്കലും. ഔ അർളിൻ മുത്തയ്യബത്തിൻ, അല്ലെങ്കിൽ സുഗന്ധപൂരിതമായ ഒരു ഭൂമിയിൽ ഒരു പ്രദേശത്ത് ഇരിക്കലും. ഔ യദൂസത് പീബ ബിനഅലിഹി, അല്ലെങ്കിൽ അവൻ്റെ ചെരുപ്പിൽ സുഗന്ധത്തെ അവന് ചവിട്ടി നടക്കലും. ലന്നഹ മൽബൂസത്തുൻ, അത് ചെരുപ്പ് അവൻ്റെ മൽബൂസാണല്ലോ, അപ്പോൾ ചെരുപ്പിൽ സുഗന്ധം വെച്ചിട്ട് അത് ചവിട്ടി നടക്കലും ഒക്കെ അതിലെന്താക്കപ്പെട്ടിട്ടുണ്ട്, ഇസ്തിമാലു തീബിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. വമാന ഇസ്തിമാലു തീബി ഫി മഹല്ലിൽ സ്വാഖിം ബിഹി, അവനോട് ഒട്ടി നിൽക്കുന്ന ഒരു മഹല്ലിൽ തീബിന് ഉപയോഗിക്കൽ. തതയ്യുബൻ, അത് ഒരു സുഗന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അതിൽ വിടുക. വമാന ഇസ്തിമാലു തീബി ഫി മഹല്ലിൽ തതയ്യുബൻ, പിന്നെ അപ്പം അങ്ങനെ. മഅന ഇസ്തിമാലു തീബി, തീബിന് ഇസ്തിമാൽ ചെയ്യുക എന്നുള്ളതിൻ്റെ മഅന ഫി മഹല്ലിൻ ഇൽസാഖിൻ ബിഹി, അവനോട് മുൽസഖായ, അവനോട് സ്റ്റിക്കഡായ, അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിൽ ഉപയോഗിക്കലാണ് തതയ്യുബൻ, സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിലാണ് ഇസ്തിമാലു തീബ് എന്ന് പറഞ്ഞത്. അപ്പോൾ സുഗന്ധ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാതിരി കോൺസെൻട്രേറ്റ് ആ ഒരു റോൾ ഓൺ എടുത്തിട്ട് കൈപ്പത്തിയിൽ തേച്ചുകൊണ്ട് അത് വസ്ത്രത്തിലേക്ക് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഇവൻ്റെ വസ്ത്രത്തിലും ഇവൻ ഇരിക്കുന്ന ഇടത്തും ഇവൻ ചവിട്ടുന്ന ചെരുപ്പിലും എല്ലാം തതയ്യുബ് അവിടെ ഉദ്ദേശത്തിൽ ഇസ്തിമാല് നടക്കുന്നുണ്ടോ, അപ്പം അതെല്ലാം ഇസ്തിമാലു തീബിൻ്റെ ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫല ഇസ്തിമാല ബി ഷമ്മി മാ ഇൽ വറദി, പനിനീര് അതിനെ മണക്കൽ കൊണ്ട്, പനിനീര് വെള്ളം റോസ് വാട്ടർ മണക്കൽ കൊണ്ട് ഇസ്തിമാലില്ല. വലാബി ഹംലിൽ മിസ്കി വ നഹ്വിഹി, അതിനെ അവന് ക്യാരി ചെയ്യൽ കൊണ്ട്, വഹിച്ചു പോകൽ കൊണ്ടും ഇസ്തിമാലില്ല. ഫി കീസിൻ ഔ നഹ്വിഹി, കീസ് വ നഹ്വിഹി കവറ് അതിലൊക്കെ പോലത്തെ കൊണ്ട്. വലാബി അക്കിലിൽ ഊതി, ഊതിനെ ഭക്ഷിക്കൽ കൊണ്ടുമില്ല. അവ ഷദ്ദിഹി ഫി സൗബിഹി, ഊതിനെ അവൻ്റെ വസ്ത്രത്തിൽ കെട്ടൽ കൊണ്ട്. ലിയന്നത്തീബ ബിഹി ഇന്നമാക്കുവന് ബി തബഖുരി ബിഹി, ഊതിൻ്റെ മരക്കൊള്ളിയെ അതിനെ ബേൺ ചെയ്തിട്ട് ബഹൂറാക്കണം. തബഖുർ നടത്തുമ്പോഴാണ് അതിൻ്റെ എന്ത് കിട്ടുന്നുള്ളൂ, തത്വയ്യബ് കിട്ടുന്നുള്ളൂ. വലാ യഹ്റുമു അലൽ മുഹ്രിമി, മുഹ്രിമിൻ്റെ മേൽ ഹറാമാകുകയില്ല ഇസ്തിമാലു ത്വീബി, തീബ് ഉപയോഗിക്കൽ. ജാഹിലം, അറിയാതെ, ബി കൗനിഹി ത്വീബ, ത്വീബാണെന്ന് അറിയാതെ. ഔ ലോനൻ അന്നഹു യാബിസുൻ, അല്ലെങ്കിൽ ഉണങ്ങിയതാണെന്ന് വിചാരിച്ചിട്ട്. ലാ യഅലഖു ബിഹി മിൻഹു ഷൈഉൻ, അവന് പിന്നെ അലക്ക അതിന് എന്താക്കരുത്, അവന് ഇറക്കുക ചവക്കുക ചെയ്യരുത്. ഔ നാസിയൻ, അപ്പോൾ അവൻ ഉണങ്ങിയതാണെന്ന് എന്ത് ചെയ്തു, അവനെ വിചാരിച്ചു. എന്നിട്ടോ ഔ ലോനൻ അന്നഹു യാബിസുൻ ലാ യഅലഖു ബിഹി മിൻഹു ഷൈഉൻ, അതിൽ നിന്നൊന്നും അവനോട് പറ്റിപ്പിടിക്കില്ല എന്ന് ഭാവിച്ചിട്ടാണ് അവൻ എന്ത് ചെയ്തത്, അതിനെ ഉപയോഗിച്ചത്. അപ്പോൾ എന്താവില്ല, അത് ഇസ്തിമാലിൽ പെടില്ല. അവിടെ എന്തുണ്ട്, ജഹാലത്ത് എന്നുള്ള ഉദർ അവിടെ ഉണ്ട്. പിന്നെ അവരെങ്ങനെ നാസിയൻ ഹെറാമി, ഹെറാമിനെ മറന്നിട്ടാണ്. അപ്പോൾ വല ഫിദിയത്തെ ഫിദാലിക്ക, ആ വിഷയത്തിൽ എന്തില്ല, ഫിദിയയില്ല. വല ഫിദിയയില്ല ഫീമ ഒന്നിൽ ഇതാ അൽഖത്ത് അലൈഹി ദീഹു ത്വീബ, കാറ്റ് അവൻ്റെ മേൽ കൊണ്ടുവന്നിട്ടു. ലാക്കിൻ എൽസമുഹുൽ മുബാദറത്തു ഇലാ ഇസാലത്തിഹി ഫി ഹാദിഹി സൂറ, ഈ രൂപങ്ങളിലൊക്കെ അവൻ ഉടനെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുബാദറത്ത്,
വേഗം ആക്കണം. വഫീമാ ഖബലഹ ഇന്ദ സവാലി ഉദിരിഹി, മേലെ ഒന്നിൽ അവൻ്റെ ഉദർ നീങ്ങുന്നതിന് മുമ്പായിട്ടും വേറെ. അപ്പോൾ ഉദർ നീങ്ങാറിന ജഹാലത്തായിരുന്നു അവിടെ ഉദറുണ്ടായിന്. അപ്പോൾ ആ ജഹാലത്ത് അഞ്ഞൂനക്ക വിഷയം ഇത് യാബിസല്ല, ഇത് ജാഫാണ്, പിന്നെ നനവുള്ളതാണ്, ഇങ്ങനെയാണൊക്കെ വിചാരിച്ചിട്ട് ഓന് അതിനുപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അത് പ്രശ്നമാണ്. ജാഫു യാബിസു ഉണങ്ങി എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ നെത എന്നാണ് വെറ്റിൻ്റെ അർത്ഥം. മുന്തത് എന്നൊക്കെയാണ് നനവുള്ളതിന്, വെറ്റായതിന്, പച്ചയായതിന് പറയുന്നത്. ജാഫു യാബിസൊക്കെ ഉണങ്ങിയതാണ്. അപ്പോൾ ഫൈൻ അഖറ, അവന് പിന്തിച്ചാലോ, വജബത്തിൽ ഫിദിയത്തു, ഫിദിയ നിർബന്ധമാണ്. കമാ തജിബ് ഫിസ്തിമാലിഹി അൽ മുഹറമ, ഹറാമാക്കപ്പെട്ട് സാധന ഇസ്തിമാൽ ചെയ്യുന്ന സമയത്ത് അവന് എത്ര വേഗത്തിൽ മുബാദറത്ത് വേണോ അതുപോലെ തന്നെ ഈ ഉദുറുള്ള ഇടങ്ങളിൽ, അജ്ഞമായ ഇടങ്ങളിൽ ഇസ്തിമാൽ തീബിൽ നിന്നിട്ടും അതിനെ റിമൂവ് ചെയ്യാൻ, അതിൽ നിന്ന് വിട്ട് നിൽക്കാൻ അവനക്ക് മുബാദറത്ത് നിർബന്ധമാണ്. ആ മുബാദറത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അവിടെ താഖുർ കാണിച്ചാൽ വജബത്തിൽ ഫിദിയത്തു കമാ തജിബ് ഇസ്തിമാലും വ തജിബ് ഫീഹിൽ മുബാദറത്ത് ഇലൽ ഇസാലത്ത് ഇല, ഹുബുകളിലും ഇസാലത്തിലേക്കുള്ള മുബാദറത്ത് നിർബന്ധമാണ്. വദഹ്നു ശഅരി റഅസി അവിൽ ലിഹിയത്തി, താടിയും തലയിലെയും മുടികളെ എണ്ണ ഉപയോഗിക്കൽ. ബിദുഹിനിൻ, ദുഹിനുകൊണ്ട്, ദുഹിനിൻ കൊണ്ടും. അപ്പോൾ ദഹ്നു ഷഹരി റസിയ ബില്ലിഹിയത്തി, താടിയോ തലമുടിയോ എണ്ണ ഉപയോഗിക്കൽ. ദുഹിനുകൊണ്ട്, വൈരി മുത്തയ്യിബിൻ, സുഗന്ധമല്ലാത്തത് കൊണ്ട്. അവിടെ വൈരിഹി എന്നുള്ളൊരു പാർത്തിൻ്റെ വ്യത്യാസമാണ്. വേറെ 2-3 ഇങ്ങനെ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഹി അവിടെ കടന്നു വന്നിട്ടുണ്ട്. മെയിനായ PDF ഒന്നുകൂടി ഫയലാക്കേണ്ടി വരും. എന്തായാലും വൈരി മുത്തയ്യിബിൻ എന്നാണ് അവിടെ വരുന്നത്, അതായത് സുഗന്ധമല്ലാത്ത ദുഹിന്. ഇതിലൊക്കെ ജെയ്ത്തി സാധാരണ നമ്മളെ എണ്ണ, വസംനി വെണ്ണ, പിന്നെ സെമ്ന് നെയ്യ്, ഒരു സുബദ് വെണ്ണ. സെമ്നും സുബദൊക്കെ ഈ പാലിനെ കടഞ്ഞെടുക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ദുഹിനി ലൗസ് നമ്മൾ അക്രോട്ടണ്ടി എന്ന് പറയുന്നത്, അതിൻ്റെ എണ്ണ. അതെന്തേ പറ്റൂല എന്ന് പറയാൻ കാരണം ലിമാഫി ഹിമിനെ തസയ്യുനി അൽ മുനാഫി ഹദീസിൽ മുഹരിമി, അല്ലിഹ അൽ മുഹരിമു എന്ന് വെച്ച് തുടങ്ങുന്ന ഹദീസിനോട് മുനാഫിയാണ്. തസയ്യുന് ഇതിൽ വരുന്നുണ്ട്, ദ്വീപ് അല്ലെങ്കിൽ തസയ്യുന് വരുന്നുണ്ട്. അഷഗസു അഖ്ബറു ഐ ഷനുഹു അൽ മഅ്മൂർ ബിഹി ദാലിക, ഇവിടെ ഇങ്ങനെ മുടി പിന്നെ ചെടകുത്തി പാറിപ്പറന്ന് അങ്ങനെയുള്ള ഒരു താത്വികമായ വശം ഹജ്ജിനുണ്ടല്ലോ. അപ്പോൾ അതിനെതിരാകും ഇവിടെ വരുന്ന തസയ്യുന് എന്ന് പറഞ്ഞത്. ഫഫി മുഖാലിഫത്തി ബിദുഹുനിൽ മദ്കൂരി അൽ ഫിദിയത്തു. അപ്പോൾ ഇതിനോട് പറയപ്പെട്ട എണ്ണ കൊണ്ട് ഈ തസയ്യുനോടെതിരാകുന്നത് ചെയ്യുന്നതിലുണ്ട് അൽ ഫിദിയത്തുണ്ട്. വഫി ദഹ്നി റസി അൽ മഹ്ലൂഖി, ഹൽക്ക് ചെയ്യപ്പെട്ട ആ റസിൽ അതിൽ ദഹ്ന് ഉപയോഗിക്കുന്നതിൽ എന്തുണ്ട്, ഫിദിയുണ്ട്. ഫിൽ അസഹി, അസഹ അഭിപ്രായ പ്രകാരം. കനലി തഹസീനി ഫി തഹസീനി ശരില്ലതി എംബുത്തു ബഅദഹു, ശേഷം മുളക്കുന്ന അതിൽ എന്തുണ്ട്, അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. എന്നാൽ ഇവ വടിച്ചിട്ട പിന്നെ തലേന്ന് കട്ട് ചെയ്ത് പുറത്ത് വീണ ആ പിന്നെ തലമുടിയിൽ ഇത് തീർക്കുന്നതിനല്ല, അവൻ ഹൽക്ക ചെയ്തു. ഇപ്പോൾ തലയിൽ എന്തില്ല, മുടിയില്ല, അവൻ്റെ ബാൾഡാണ്, മൊട്ടത്തലയാണ് ഉള്ളത്. ഇനി ആ തലയുടെ മേലിൽ ഓൻ എന്ത് ഉപയോഗിക്കുന്നത്, എണ്ണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മുടിയിലല്ലല്ലോ ഉപയോഗിക്കുന്നത്, തൊലിയിലാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാലും ഇനി വളരാൻ പോകുന്ന എണ്ണയിൽ മുടിയിൽ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. ഇനി പറയാം, ആ പറഞ്ഞതിനൊന്നുകൂടി താഴത്തെ ഇതുകൊണ്ട് വ്യക്തമാവും. വലാ ഫിദിയത്ത്, ഫിദിയല്ല കേട്ടോ. ഫി ദഹിനി റഅസി അൽ അഖറഇ വൽ അസ്വലഇ. അഖറഉം അസ്വലഉം എന്നൊക്കെ പറഞ്ഞാൽ തലമിൽ മുടിയില്ലാത്ത ആളുകൾ, അവിടെ ഇവിടെയും കുറച്ച് മുടിയില്ലാത്ത, തീരെ മുടിയില്ലാത്ത കഷണ്ടിക്കാർ, ഇവകളുടെയൊക്കെ തലയിൽ എണ്ണ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. വദക്കനിൽ അമ്രതി, പിന്നെ ചെറിയ കുട്ടിയുടെ ബാലൻ്റെ താടിയിൽ അവിടെ മുടി ഉണ്ടാവില്ലല്ലോ, താടി രോമം ഉണ്ടാവില്ല, അതുകൊണ്ട് അത് ഫിദിയല്ല.
വജൂസ് ഇസ്തിമാലു ഹാദ ദുഹ്നി ഫി സായിരിൽ ബദനി, അവൻ്റെ മുഴു ശരീരത്തിൽ ഈ ദുഹൻ ഉപയോഗിക്കാം. ഷെയ്രിഹി ബബഷരിഹി, അവൻ്റെ തൊലിയിലും മുടിയിലൊക്കെ ഉപയോഗിക്കാം. ശരീരത്തിൻ്റെ ലഹിയത്തിലും റഅസിലുമാണ് തസയ്യിന് വരുന്നത്. അതല്ലാത്ത അവൻ്റെ മറ്റു ശരീരഭാഗങ്ങളിൽ ഇസ്തിമാലു തീബ് പറ്റും. ലിഅന്നഹു ലാ യഖ്സുദു തസീനഹു, അതിനെന്താവില്ല തസീൻ അവിടെ ഉദ്ദേശമല്ല. വയജൂസു അക്ലുഹു, അതിനെ തിന്നലും എന്താണ് അനുവദനീയമാണ്.